ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ രാശിക്കാരുടെ തലവര തെളിഞ്ഞു കഴിഞ്ഞു. ഇനി പണമഴയാണ് പെയ്യുവാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കഷ്ടകാലങ്ങളും കഴിഞ്ഞു. ഒക്ടോബർ മാസം അടുക്കും വരെ ഇനി തൊട്ടതെല്ലാം നിങ്ങൾക്ക് പൊന്നാക്കുവാൻ സാധിക്കും. നിങ്ങൾ ഈ രാശിക്കാരാണോ 2024 സെപ്റ്റംബർ 22 മുതൽ 28 വരെയുള്ള, അതായത് 1200 കന്നി മാസം 6 മുതൽ കന്നി 12 വരെയുള്ള ചന്ദ്രരാശി പൊതുഫലമാണ്. ഇത് പൊതുഫലമാണ്. ഇതൊരു സൂചനയായി മാത്രം ഉപയോഗിച്ചുകൊണ്ട് വിശദമായ ജാതക വിശകലനം നടത്തി നിങ്ങളുടെ ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും വേണ്ട രീതിയിലുള്ള ദോഷപരിഹാരങ്ങളൊക്കെയും ചെയ്താൽ നല്ല സമയത്തിൻ്റെ ഗുണഫലങ്ങൾ പരമാവധി നിങ്ങൾക്ക് അനുഭവിക്കുവാനും പ്രതികൂല സമയങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ തന്നെ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ രാശിക്കാർക്ക് തൊഴിൽപരമായി ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതിൽ വളരെയധികം ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നും വളരെയധികം സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ഭക്ഷണ കാര്യങ്ങളിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വളരെ കാലമായി കാണാതിരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനുള്ള അവസരം വന്നു ചേരും. സ്വത്ത് സംബന്ധിച്ചുള്ള വാക്ക് തർക്കങ്ങൾ ബന്ധുജനങ്ങളുടെ ഇടപെടലുകൾ മൂലം രമ്യതയിൽ പരിഹരിക്കപ്പെടും. ജീവിത പങ്കാളിയുടെ സ്നേഹവും കരുതലും മാനസികമായി വളരെയധികം ആശ്വാസം ലഭിക്കുമെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ സന്താനങ്ങൾക്കോ അവനവന് തന്നെ ഇടയ്ക്കിടെ അസുഖങ്ങൾ വരുവാൻ ഇടവരുന്നതാണ്. ശിരോ നേത്ര രോഗമുള്ള ആളുകളാണെങ്കിൽ കൃത്യസമയത്ത് ഡോക്ടറെ കാണുകയും വേണ്ടത്ര ചികിത്സ തേടുന്നതും വളരെയധികം ഉചിതമായിരിക്കും. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ്. ആഴ്ചയുടെ അവസാനം മാനസികമായും ശാരീരികമായും അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും നിദ്രാ തടസ്സം, ധനക്ലേശം എന്നിവ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ഈ ആഴ്ച പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാനുള്ള ഒരു സുവർണ അവസരം നിങ്ങൾക്ക് വന്നു ചേരും. ബിസിനസ്സിൽ പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ വന്നെത്തുന്നതാണ്. അസുഖങ്ങൾക്ക് വിദഗ്ധമായ ആയുർവേദ ചികിത്സയുടെ ഫലപ്രാപ്തി ലഭിക്കുന്നതിനാൽ നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം വന്നു ചേരുകയും ചെയ്യുന്നതാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളും വന്നെത്തും. സഹോദര സ്ഥാനത്തുള്ളവർക്ക് വളരെ കാലമായി ഉണ്ടായിരുന്ന സാമ്പത്തിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി വളരെയധികം ഓജസ്സും ശാരീരിക സുഖവും അനുഭവപ്പെടുന്നതാണ്. കുടുംബപരമായി ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും രമ്യമായി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. പുതിയ ചില സൗഹൃദങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. മറ്റുള്ള ആളുകളോട് വീണ്ടും വിചാരമില്ലാതെ പെരുമാറുന്നത് സ്വയം തരം താഴുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. മറ്റുള്ളവരുടെ മനസ്സ് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വായിച്ചെടുക്കുവാനും നിങ്ങൾക്ക് ഈ ആഴ്ച സാധിക്കുന്നതാണ്. വിദേശത്ത് ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുവാൻ ഇടയുണ്ട്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര പുണർത്തം ആദ്യ മുക്കാൽ ഭാഗം. ഈ ആഴ്ച വളരെയധികം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആഴ്ചയുടെ തുടക്കം ജീവിത പങ്കാളിയുമായി ബന്ധുജനങ്ങളുമായി കലഹം ഉണ്ടാകുവാനും പരസ്പരം വിശ്വാസം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അന്യ സ്ത്രീ മൂലം അപമാനം ഉണ്ടാകുകയും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കേസു വഴക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ആരോഗ്യക്കുറവ് അനുഭവപ്പെടുമെങ്കിലും ആഴ്ചയുടെ മധ്യത്തോടെ നിങ്ങൾക്ക് ആരോഗ്യമെല്ലാം വീണ്ടെടുക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ മേലധികാരികളിൽ സമ്മാനങ്ങളോ പാരിതോഷികമോ ലഭിക്കും. അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കുകയും ധനക്ലേശം അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു ആഴ്ചയാണ്. കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും. ദമ്പതികൾ തമ്മിൽ കുടുംബ ബന്ധുജനങ്ങളുടെ മധ്യസ്ഥതയിൽ വാരം അവസാനത്തോടുകൂടി ഒത്തുതീർപ്പിൽ എത്തുവാൻ സാധിക്കുന്നതാണ്. മൈഗ്രെയിൻ, മറ്റ് ശിരോ രോഗമുള്ള ആളുകൾ കൃത്യസമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുവാൻ ഇടവരും. നിങ്ങളുടെ സന്താനങ്ങൾക്ക് ദുരിതമോ പഠന കാര്യങ്ങളിൽ ചില തടസ്സങ്ങളോ അനുഭവപ്പെടുവാനും ഈ ആഴ്ച ഇടയുണ്ട്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്.
പുണർത്തം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വളരെ കാലമായി കാണാതിരുന്ന നിങ്ങളുടെ ബന്ധുജനങ്ങളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം ആഘോഷവേളകളിൽ നിറസാന്നിധ്യമാകുവാനുമുള്ള അവസരം വന്നെത്തും. നിങ്ങളുടെ ജീവിത പങ്കാളിയും സന്താനങ്ങളുമായുള്ള അനാവശ്യമായ അഭിപ്രായ പ്രകടനങ്ങളെല്ലാം കുടുംബാംഗങ്ങളുടെ ഇടപെടലുകൾ വഴി പരിഹരിക്കപ്പെടുന്നതാണ്. ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുകയും അതുവഴി വളരെയധികം സാമ്പത്തിക നേട്ടം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. തെറ്റിദ്ധാരണകൾ മൂലം പിണങ്ങിയിരുന്ന സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം വീണ്ടും ഒന്നുചേർന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നെത്തും. കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ലോട്ടറി, ചിട്ടി എന്നിവയിൽ ഈശ്വര കടാക്ഷം നിങ്ങൾക്ക് വന്നു ചേരും. ഈ ആഴ്ചയുടെ മധ്യത്തിൽ സ്ത്രീ വിഷയങ്ങളിൽ ഇടപെടുന്നത് മൂലം വളരെയധികം മാനഹാനി, ധനനഷ്ടം എന്നിവ ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ അല്പം ജാഗ്രത പാലിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിലെ പ്രതിച്ഛായയെല്ലാം മാറി അംഗീകാരം ലഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഉറക്കക്കുറവെല്ലാം മാറി ആരോഗ്യം വീണ്ടെടുക്കും. പുതിയ ആഭരണങ്ങൾ വാങ്ങുവാനും ഈശ്വര അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. നിങ്ങളുടെ കർമ്മ മേഖലയിൽ പുതിയ വഴിത്തിരിവുകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പദവിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും വന്നെത്തും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ അധികാര പ്രാപ്തിയുള്ള സ്ഥാനം ലഭിക്കുവാനും അതുവഴി നിങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാകുവാനും ഇട നൽകും. പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറി പുതിയ വഴികൾ തുറന്നെത്തുന്നതാണ്. പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കുവാനിരിക്കുന്ന ആളുകൾക്ക് നിക്ഷേപകരായ ആളുകളിൽ നിന്നും സാമ്പത്തിക സഹായം വന്നെത്തും. വളരെ കാലമായി കാണാതിരുന്ന ബന്ധുജനങ്ങളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം പ്രധാനപ്പെട്ട മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുമുള്ള അവസരം വന്നെത്തുന്നതാണ്. വിശേഷപ്പെട്ട പുണ്യ തീർത്ഥ സ്ഥലങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം സന്ദർശിക്കുവാൻ അവസരം ലഭിക്കും. യുവതി യുവാക്കൾക്ക് നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുവാനും സർക്കാർ ജോലിയിൽ പ്രവേശിക്കുവാനും അവസരം ഉണ്ടാകുന്നതാണ്. സ്ത്രീകൾ മൂലം മാനഹാനി, സാമ്പത്തിക ക്രമക്കേട് അതുവഴി കേസിൽ പെടുവാനും ഇടയുള്ള ഒരു ആഴ്ചയാണ് ചിങ്ങം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി. ആഴ്ചയുടെ തുടക്കം മാനസികമായും ശാരീരികമായും ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുമായി അനാവശ്യമായ വാക്കുതർക്കത്തിൽ ഏർപ്പെടുവാനും കേസിൽ പെടുവാനും ഇടയുണ്ട്. മറ്റുള്ളവർക്ക് സഹായങ്ങൾ നിങ്ങൾ ചെയ്യുകയും തിരിച്ച് നന്ദിയില്ലാത്ത ഒരു അവസ്ഥ സംജാതമാകും. ആമാശയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരികയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ജപ്തി നോട്ടീസ് ലഭിക്കുവാൻ ഇടയാകുന്നതാണ്. ആഴ്ചയുടെ മധ്യത്തോടുകൂടി സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും കുറവ് അനുഭവപ്പെടുന്നതാണ്. ബാങ്ക് ലോൺ, ദാമ്പത്യ സുഖം, പ്രവർത്തന വിജയം എന്നിവയെല്ലാം വന്നുചേരും. പുതിയ പദ്ധതികൾക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്ന ആളുകൾക്ക് സർക്കാരിൽ നിന്നുമുള്ള അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നതാണ്. ആഴ്ചയുടെ അവസാനം കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി രമ്യതയിൽ എത്തിച്ചേരുന്നതാണ്. വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒത്തുചേരുവാനുമുള്ള അവസരം വന്നെത്തും. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ആഴ്ചയുടെ തുടക്കം മനസ്വസ്ഥത കുറയും. രോഗാദി ദുരിതങ്ങൾ നിങ്ങളെ അലട്ടുകയും ചെയ്യുന്നതാണ്. നമ്മൾ അറിഞ്ഞില്ലാത്ത കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കളെ കൊണ്ട് വളരെയധികം ഉപദ്രവവും വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. ഇല്ലെങ്കിൽ ചതി വരുവാൻ സാധ്യതയുണ്ട്. കോടതി സംബന്ധമായ കേസു വഴക്കുകളിൽ പെടുവാനും പ്രതികൂലമായ വിധി ഉണ്ടാകുവാനും ഇടവരും. അനാവശ്യമായ ബന്ധു കുടുംബജനങ്ങളുമായും അയൽപക്കക്കാരുമായും വാക്കുതർക്കങ്ങളിൽ പെടുവാനും കേസു വഴക്കുകൾ ഉണ്ടാകുവാനും സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് തുലാം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. രാത്രി സഞ്ചാരങ്ങളിൽ വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ വിഷഭയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും വളരെയേറെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഉദര സംബന്ധമായ ആമാശയ സംബന്ധമായും പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ
കൃത്യസമയത്ത് ഡോക്ടറെ കണ്ട് പ്രതിവിധി ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ രോഗാവസ്ഥകൾ മൂർച്ഛിക്കുവാൻ ഇടവരും. ഈ ആഴ്ചയുടെ അവസാനത്തോടു കൂടി തൊഴിലിൽ വിജയം, ധനലാഭം, ശരീരസുഖം, കീർത്തി എന്നിവ നിങ്ങൾക്ക് വന്നുചേരും. സർക്കാരിൽ നിന്നുമുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും വന്നെത്തുകയും ചെയ്യുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ ദാമ്പത്തിക ഐക്യം, വാഹന ഭാഗ്യം, ധനലാഭം എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നുചേരും. വളരെ കാലമായി തൊഴിൽ ഇല്ലാതെയിരുന്ന ആളുകൾക്ക് അർഹമായ തൊഴിൽ ലഭിക്കും. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനും ഇടയുണ്ട്. ബിസിനസ്സിൽ ഇരിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായ വലിയ പുരോഗതിയാണ് വന്നുചേരുക. ജീവിതത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നു കരുതിയ ചില ആത്മബന്ധങ്ങൾ വീണ്ടും ഒന്നുചേരുവാനുള്ള അവസരം വന്നെത്തുന്നതാണ്. എന്നാൽ ആഴ്ചയുടെ മധ്യത്തോടു കൂടി സ്ഥിതികൾ വളരെയധികം തകിടം മറിയുകയും ചെയ്യും. നനച്ചിരിക്കാതെ ആപത്തുകൾ വന്നുചേരും. നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കോ മരണമോ മരണസമാനമായ അവസ്ഥകളോ കടന്നു പോകേണ്ട ഒരു സ്ഥിതി വിശേഷം ഉണ്ടാക്കുവാനോ ആശുപത്രി വാസത്തിനോ ഇടയുണ്ടാകും. ഉദര സംബന്ധമായ അതുമല്ലെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ കൃത്യസമയത്ത് മരുന്ന് കഴിക്കുന്നത് വളരെയധികം ഉചിതമാണ്. ആഴ്ചയുടെ അവസാനത്തോടുകൂടി ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളാകുവാൻ ഇടയുള്ള ഒരു ആഴ്ചയാണ്. ശത്രുഭയം, വ്യവഹാര പരാജയം, മനോരോഗം, ജലഭയം എന്നിവയും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. കുടുംബ സൗഖ്യം, ദാമ്പത്തിക ഐക്യം, ധനലാഭം, ശത്രുഹാനി, തൊഴിലിൽ വിജയം എന്നിവയെല്ലാം വന്നുചേരും. നനച്ചിരിക്കാത്ത നേരത്ത് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ശത്രുക്കളുടെ മേൽ വൻ വിജയം നേടുവാനും അവരെ ഒറ്റപ്പെടുത്തുവാനുമുള്ള അവസരം നിങ്ങൾക്ക് വന്നുചേരും. സ്ത്രീകളുമായി അടുത്ത് ഇടപഴകുവാനും അവരുടെ കൂടെ ഉല്ലാസ യാത്രകൾ പോകുവാനുമുള്ള അവസരം ഈശ്വരാനുഗ്രഹത്താൽ വന്നുചേരും. ബിസിനസ്സുകാരായ ആളുകൾ ചെയ്യുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും വളരെയധികം ലാഭത്തിൽ ആകുന്ന ഒരു സ്ഥിതി വിശേഷം സംജാതമാകും. വളരെ കാലമായി കാണാതിരുന്ന ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരം വന്നെത്തുന്നതാണ്. പ്രേമകാര്യങ്ങൾ പൂവണിയുകയും വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യും. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാൻ ഇടയുണ്ട്. പുതിയ വാഹനം എന്ന നിങ്ങളുടെ ചിരകാലമായ അഭിലാഷം സഫലീകരിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ മേലധികാരിയുടെ പ്രീതി ലഭിക്കുവാനും ഉയർന്ന പദവി ലഭിക്കുവാനും ഇടയുണ്ട്. അഭിഭാഷകരായ ആളുകൾ, മറ്റ് സംസാരപ്രധാനമായ തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾക്കും നിങ്ങളുടെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം ലഭിക്കുവാനും സമ്മാനങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. ദൂരദേശയാത്രകൾ നടത്തുവാനുള്ള അവസരം ലഭിക്കും. ദമ്പതികൾ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുകയും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഉയരുന്ന പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം ലഭിക്കുന്ന ഒരു ആഴ്ചയാണ്. നിങ്ങളുടെ ബിസിനസ് എല്ലാം വളരെയധികം ലാഭത്തിൽ ആയിത്തീരുകയും ചെയ്യും. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാ ശത്രുക്കളും നിങ്ങളോട് അടുക്കുകയും മിത്രങ്ങളായി തീരുകയും ചെയ്യും. ലോട്ടറി, നറുക്കെടുപ്പ്, ചിട്ടി എന്നിവയിൽ നിന്നും ഭാഗ്യ കടാക്ഷം ഉണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് അർഹമായ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും. സഹോദരങ്ങളുമായും മാതാപിതാക്കളുമായും നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. കുടുംബ സ്വത്തുക്കൾ ഭാഗം വയ്ക്കുവാൻ തീരുമാനിക്കും. കോടതി കേസുകളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളാണ് ഈ ആഴ്ച ഇനി ഉണ്ടാകുവാൻ പോകുന്നത്. കുടുംബത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് വിവാഹ തീരുമാനം എടുക്കുവാനും നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം പോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബപരമായി വളരെയധികം വൈകാരികമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നെത്തും. മനഃശക്തി കുറയുകയും മനോദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായും കലഹങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിത പങ്കാളിയുമായും
സംശയിക്കുകയും പരസ്പര ധാരണയോടുകൂടി പിരിയുവാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യും. സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയും ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു ആഴ്ചയാണ് വന്നെത്തുവാൻ പോകുന്നത്. ഗർഭാശയ രോഗങ്ങൾ ഉണ്ടാകുവാനും അതിസാരം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. മനസ്സിൽ അകാരണമായ ഭയം ഉണ്ടാകുവാനും അതീവ പേടി ഉണ്ടാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് സഞ്ചാരശീലം കൂടുകയും യാത്രാക്ലേശം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ആഴ്ചയാണ്. ആഴ്ചയുടെ അവസാനത്തോടുകൂടി രോഗശാന്തി ഉണ്ടാകുകയും പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാനും അതിൽ നിങ്ങൾക്ക് വിജയം കൊയ്യുവാനും സാധിക്കും. തൊഴിലിൽ വിജയം, ധനലാഭം, ശത്രുഹാനി, കീർത്തി എന്നിവയെല്ലാം നിങ്ങൾക്ക് ആഴ്ചയുടെ അവസാനത്തോടുകൂടി വന്നെത്തുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ആഴ്ചയുടെ തുടക്കം സ്ത്രീ സുഖം, ആരോഗ്യവർദ്ധനവ്, തൊഴിൽ വിജയം, വാഹന ഭാഗ്യം എന്നിവ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കളായിരുന്നവർ മിത്രങ്ങൾ ആകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നതാണ്. കേസുകളിൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് വിജയമാണ് വന്നു ചേരുന്നത്. അത് മറ്റുള്ളവർക്ക് അവിശ്വസനീയമായി തോന്നുകയും ചെയ്യും. സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നും വളരെയധികം മാനസികമായും സാമ്പത്തികമായും ശാരീരികമായുമുള്ള ഗുണാനുഭവങ്ങൾ വന്നെത്തും. ചിന്താശേഷി നിങ്ങളുടെ വർദ്ധിക്കുകയും എഴുത്തുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കുവാനുള്ള യോഗം വന്നു ചേരുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം പുരോഗതി നിങ്ങൾക്കിനി ദൃശ്യമാകുവാൻ പോകുന്നു. എന്നാൽ ആഴ്ചയുടെ മധ്യത്തോടുകൂടി കുടുംബപരമായ ജീവിത പങ്കാളിക്കോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾക്കോ രോഗദുരിതങ്ങളോ മറ്റ് അരിഷ്ടതകളോ വരുവാൻ ഇടയുണ്ട്. ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുന്നേൽക്കുവാനും അത്യപൂർവമായ സ്വപ്നങ്ങളിൽ മനസ്സ് അസ്വസ്ഥമാകുവാനും ഇടയുണ്ട്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.